ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഈവനിങ് വരെയുള്ളൊരു ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പം രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടൻ ചായ കാച്ചി വെച്ചിട്ടുണ്ട്. അതേപോലെ ഉഴുന്ന് ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം 2 പാത്രത്തിലായിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാറ്റർ ആക്കി വെക്കൽ കേട്ടോ. കാരണം നമുക്ക് ആവശ്യത്തിന് മാത്രം മറ്റേ പാത്രത്തിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ചുട്ടെടുക്കലാണ്. എന്നിട്ട് ബാക്കി വരുന്നത് നമ്മൾ പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ദോശൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട്. കാരണം പിറ്റേ ദിവസത്തേക്കും കാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാസിക്ക് ഞാൻ ഒരു ദോശ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറ്റിയെടുത്ത് തിന്നാക്കിയാണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കടിക്കുമ്പോൾ അതിലേക്ക് കറിയൊന്നും വേണ്ട, കടിക്കുമ്പോൾ ജസ്റ്റ് ഒരു കറുമുറയിക്കാണ്ട് കിട്ടിയാൽ മതി ഓനക്ക്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓൻക്കുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങ ഒന്ന് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഏതായാലും തേങ്ങ പൊളിച്ചപ്പം ഒരു 4 പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ കാര്യങ്ങളും രാവിലത്തേതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ ദോശയും ചട്നിയൊക്കെ കഴിക്കാനായിട്ട്, കൂടെ ഒരു കട്ടൻ ചായയും. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ചക്കൊക്കെയുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരി ഇടാൻ വേണ്ടിയിട്ടായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ അരി ഇട്ടു, അരി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി അങ്ങനെ ചോറ് ഊറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ പൊരിക്കാനുള്ള കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും പൊരിച്ചെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ അത് ഒന്ന് എടുത്ത് വെച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് ബ്രെഡും അതേപോലെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ വാങ്ങിയിരുന്നു. അങ്ങനെ ചിക്കൻ നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പഴമുണ്ട്, അതൊക്കെ മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കുമ്പം നമ്മൾ ഫ്രീസർക്ക് അങ്ങനെ നേരിട്ട് വെക്കാതെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫ്രീസർക്ക് വെക്കുന്നതാവും ഒന്നുകൂടെ നല്ലത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ എടുക്കുമ്പം ഫ്രീസായി കിടക്കുമ്പം അതിന്മേലുള്ള വേസ്റ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിക്കാരം. അത് ആദ്യം തന്നെ കഴുകിയെടുത്ത് വെച്ചാൽ അത് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും കേട്ടോ. നമ്മൾ ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ കുപ്പിയിലാക്കി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ പാക്കറ്റ് പാലാണ് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പാക്കറ്റ് പാൽ എന്ത് ചെയ്യുക, പുറമെ പൊട്ടിക്കാതെ കേട്ടോ എന്ത് ചെയ്യുക, അതിൻ്റെ കവർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം പാൽ കേട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാനിതാ ഈ കറിവേപ്പിൻ്റെ ഇല എങ്ങനെ എടുത്ത് വെക്കലെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുപ്പിയിൽ കാണുന്ന ഈ കറിവേപ്പിൻ്റെ ഇല ഒരു 25 ദിവസം മുമ്പേയുള്ള കറിവേപ്പിൻ്റെ ഇല കേട്ടോ. പക്ഷേ ഒരു കേടും പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ പച്ച കളറിൽ അതിനാണ് ഇരിക്കുന്നത് കേട്ടോ. ചീഞ്ഞ് പോവേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ എടുത്ത് വെക്കലെന്ന് വെച്ചാൽ, നമ്മൾ കറിവേപ്പിൻ്റെ ഇല കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ ഇല ഒന്ന് ഊരിയെടുക്കും കേട്ടോ. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ നമ്മൾ ഏത് കുപ്പിയിലോ പാത്രത്തിലോ ഏതിലാണ് എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നും നനവില്ലാതെ വേണം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് കുറേ കാലം യൂസ് ആക്കാം. മല്ലിച്ചപ്പ് ഇതുപോലെ തന്നെ 25 ദിവസമൊക്കെ പഴക്കമുള്ളൊരു മല്ലിച്ചപ്പാണ് കേട്ടോ. പക്ഷേ ചീഞ്ഞ് പോവുകയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു മഞ്ഞ കളർ ആവാനായി വരുന്നുള്ളൂ. അപ്പോൾ അതും ഞാൻ സൂക്ഷിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഡ്രൈ ആയിരിക്കുന്നൊരു പാത്രത്തിലേക്ക് ന്യൂസ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തായാലും താഴെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന മല്ലിച്ചപ്പുണ്ടല്ലോ അതൊന്ന് എന്താ പറയുക, അതിന്മേൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം, കഴുകൊന്നും വേണ്ട, വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ വേരുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് വെക്കുക, പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഇതേപോലെ ടിഷ്യൂ ന്യൂസ് പേപ്പർ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. പിന്നെ നനയാൻ പാടില്ല കേട്ടോ. ഈ പാത്രം നനയരുത്, അതേപോലെ മല്ലിച്ചപ്പും നനയാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. എന്താ പറയുക, എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി.
അതേപോലെ പുതിനയിൽ ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഫ്രഷായിട്ട് എന്താ പറയുക, ചീഞ്ഞ് പോവേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. നമുക്ക് ഫ്രഷായിട്ട് തന്നെ അതിരിക്കും. ആവശ്യത്തിന് മാത്രം എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ യൂസാക്കിയാൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യൽ. കുറേ ആയിട്ട് ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഓരോ വെജിറ്റബിൾസായിട്ട് ഞാനിങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അല്ലാത്തത് ബാക്കി പുറത്ത് വെക്കാനുള്ളത് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ദിവസത്തിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ അടുക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് ചോദിച്ചാൽ സുഖമാണ്. പക്ഷേ എന്താ പറയുക, അത് കഴിഞ്ഞിട്ടുള്ള ടാസ്ക്കാണ് ഭയങ്കര. വൃത്തിയാക്കലും മുഖപ്പാടാവുമ്പോൾ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് വേർതിരിച്ച് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്, അല്ലാത്തത് പുറത്തും വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, അതുപോലെ കേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന പാലിൻ്റെ പാക്കറ്റുണ്ട്. അങ്ങനെ എല്ലാതും ഞാൻ വെച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ ഇടയിലായിട്ട് മാസി എൻ്റെ സഹായത്തിന് കേട്ടോ. ഓനാണ് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓനും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ മാറ്റി വെച്ചേക്കുന്ന മല്ലിച്ചപ്പും പുതിനയൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതേപോലെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതും അടച്ച് വെക്കണം കേട്ടോ. പിന്നെ പച്ചമുളക് അതും ഒരു അടപ്പിലാക്കി വെക്കുക. പിന്നെ പയറുണ്ടായിരുന്നു, അത് ജസ്റ്റ് കീസിലൊന്ന് കെട്ടി വെച്ചാൽ പയർ ഡ്രൈ ആയി പോവില്ല കേട്ടോ. അതുപോലെ ഇഞ്ചിയും എന്ത് ചെയ്യുക, ഒരു അടപ്പുള്ള പാത്രത്തിൽ വെക്കുക. പിന്നെ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന കറിവേപ്പിൻ്റെ ആ സെയിം കുപ്പി തന്നെ വെച്ചിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നത് വേറെ കുപ്പിയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജെല്ലാം ആദ്യം തന്നെ ക്ലീനാക്കി വെച്ചതേനു. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പാത്രങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അത് നന്നാക്കി എടുക്കുക, ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാതും നമ്മൾ അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കലൊന്നും നടക്കണ കാര്യമില്ല ഓരോ പരിപാടി എടുക്കുന്നിടയിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒക്കെ ഒപ്പാണ് ചെയ്തെടുക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം മോറലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് പാത്രം വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് നമ്മളൊന്ന് ജസ്റ്റ് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആഴ്ചയിലോ അല്ല 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയിടണം. കാരണം ഇത് എന്താ പറയുക, റേക്കുമ്പോൾ വെക്കണ സ്റ്റാൻഡാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പോയതിന് ശേഷമാണ് വെക്കൽ. എന്നാലും എന്തെങ്കിലും അത്യാവശ്യ സമയങ്ങളിലൊക്കെ താഴതുപോലെ വെള്ളം വീണ് കിടക്കും. അങ്ങനെയെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്പൂണും കാര്യങ്ങളൊക്കെ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ സ്റ്റാൻഡിലാണ് ഇടുന്നത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അങ്ങനെ എല്ലാതും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഇതൊക്കെയാണ് പരിപാടി. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഈവനിങ് ആയപ്പം നമ്മൾ ചായ ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് വെള്ള അവിലുണ്ടല്ലോ, അതും കുറച്ച് പഞ്ചസാരയും അതുപോലെ തേങ്ങയും കൂടി ഇട്ട് കഴിച്ച് തിന്നാൽ ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഈവനിങ് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.